കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറൈൻ സയൻസിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയ കുട്ടാവ് പൊതുജന വായനശാല മുൻ സെക്രട്ടറിയായിരുന്ന ശ്രീ പി കെ രഞ്ജിത്തിനെ വായനശാലയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പ്രസന്ന ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന് സെക്രട്ടറി ജനാർദ്ദൻ മാസ്റ്റർ സ്വാഗതവും പ്രസിഡന്റ് എം സജീവൻ അധ്യക്ഷതയും വഹിച്ചു. KPCHS റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീ AC മനോജ് മാസ്റ്റർ ഉപഹാരം സമർപ്പിക്കുകയും അനുമോദന ഭാഷണം നടത്തുകയും ചെയ്തു. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് ശ്രീ C രാജീവൻ, KV പത്മനാഭൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ, VV കൃഷ്ണൻ മാസ്റ്റർ, ഗംഗാധരൻ മാസ്റ്റർ, പുത്തൂർ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ശ്രീ പി കെ രഞ്ജിത്ത് മറുപടി പ്രസംഗവും നടത്തി. വായനശാല വൈസ് പ്രസിഡന്റ് ശ്രീമതി NK സന്ധ്യ നന്ദി പ്രകാശിപ്പിച്ചു. പിന്നെ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ശരി, അതിനുശേഷമാണെങ്കിലും ശരി, ഇപ്പൊ ജോലിയിൽ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ശരി, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ എല്ലാവരും സമ്പൂർണമായിട്ട് ആരും എന്താ പറയാ പ്രഗത്ഭന്മാരൊന്നും ആരുമില്ല. എല്ലാവർക്കും കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പോരാ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ നാട്ടിൽ ഞാൻ ജനിച്ച് വളർന്നു വന്നിട്ടുള്ള സമയത്ത് എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് എൻ്റെ ശക്തി. അത് എന്താ പറയാ ഒരു ശതമാനം പോലും സംശയമില്ലാതെ എനിക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. അത് അപ്പൊ അനുഭവങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അതില് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താ പറയാ സോഷ്യലി സാമൂഹികമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ജീവിതം എങ്ങനെയാണ്, ആളുകൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്താണ് എന്നുള്ളത് നേരിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടേതാണെങ്കിലും അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആളുകൾ വഴി അത് കണക്ട് ചെയ്യാനും എങ്ങനെയാണെങ്കിലും എല്ലാത്തിലും ഞാൻ വളരെ റെഡിയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് വായനശാലയോ ഗ്രന്ഥാലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സംഘടനകളുടെ ഭാഗമായിട്ടോ എങ്ങനെയാണെങ്കിലും അപ്പോൾ അത് പൂർണ്ണമായിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു സഹകരണം ഉണ്ടാവും. അത് പിന്നെ ഇവിടെ വേറൊരു കാര്യം സൂചിപ്പിച്ചിട്ട് PhD എടുത്തിട്ട് ആളുകൾ പോകുന്നുണ്ട്. അപ്പൊ അത് സമൂഹത്തിന് എത്രമാത്രം ഗുണകരമായിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ PhD എടുക്കുക എന്ന് പറയുമ്പോൾ, ഒരാൾ PhD എടുത്തിട്ട് പുറത്തു വരിക എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടമാണ് എന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം ഈ സർവകലാശാലയ്ക്കുള്ള അധ്യാപകർക്ക് ഉള്ള ശമ്പളം കൊടുക്കുന്നതും ഈ സർവകലാശാല നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക റിസോഴ്സും എല്ലാം ചെയ്യുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും സമൂഹത്തോട് അത്തരത്തിലുള്ള പ്രതിബദ്ധത ഉണ്ടാവേണ്ടത്.